നിങ്ങൾക്ക് കോഡ് ഡ്രാമ മൂവീസ് ഇഷ്ടമാണോ? കോഡ് ഡ്രാമ മൂവീസ് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ, ഇത് കാണണ്ട. കോഡ് ഡ്രാമ മൂവീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻ പറയുന്ന ഒരു അടിപൊളി പടം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പൊ തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തുടരും ആയിട്ടാണ് പടത്തിന്റെ കോമ്പറ്റീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടരും ഇതിനൊക്കെ കടത്തി വെട്ടിപ്പോയി എങ്കിലും ഈ പടത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പടം വേറെ ഒന്നുമല്ല, നമ്മുടെ കേസരി ചാപ്റ്റർ 2, അക്ഷയ് കുമാർ മെയിൻ കഥാപാത്രത്തിൽ വരുന്ന ഒരു സംഭവമാണ് കേസരി ചാപ്റ്റർ 2. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, കോഡ് റൂം ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അക്ഷയ് കുമാർ ഒരു മലയാളി ആയിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. സോ നമ്മുടെ പടത്തിന്റെ ഒരു പ്ലോട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ജാലിയൻ വാലാബാഗ് ഇഷ്യൂ നടന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ്. എല്ലാവർക്കും അറിയാം അതെന്താണ്, എങ്ങനെയാണ്, എത്ര പേരെ കൊന്നിട്ടുണ്ട്, എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു കോഡ് റൂം ഡ്രാമയാണ് ഈ മൂവി. സോ കുറച്ച് ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നെങ്കിൽ ഈ പടം റിയലി എൻജോയ് ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച സിനിമയാണ് കേട്ടോ. അതിലേക്ക് പിന്നെ വരാം, നമുക്കിപ്പോൾ എൻ്റെ പ്ലോട്ടിലായിട്ട് പോകാം. അപ്പോൾ ഈ കേസരി എന്ന് പറയുന്നത് ഈ പുള്ളി ഒരു മലയാളി ആയിട്ടുള്ള ഒരു ബാരിസ്റ്ററാണ്. അപ്പോൾ എന്താ പറയുക, പുള്ളിക്ക് കോർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു സത്യവും അതേപോലെ മറ്റുള്ളതുമായിട്ടുള്ള പോരാട്ടമൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇത് തോൽവിയും വിജയത്തിന്റെയും മാത്രം ഒരു സെറ്റപ്പാണ് കോർട്ട് റൂമിൽ എന്നുള്ള ഇതിൽ പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്ഷയ് കുമാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പല കേസുകളും വാദിച്ച് സക്സസ് ആയിട്ട് ബ്രിട്ടീഷ് ക്യൂവിന്റെ അടുത്ത് നിന്നൊക്കെ അംഗീകാരങ്ങളൊക്കെ നേടി ബ്രിട്ടീഷ് കൗൺസിലിലൊക്കെ ഒരു അംഗമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് അദ്ദേഹത്തിലേക്ക് വരികയും അദ്ദേഹം ഈ കേസ് വാദിക്കുകയും ഫൈനലി അദ്ദേഹം തിരിച്ചറിയാണ് സക്സസും അതല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ വിജയവും പരാജയവും തമ്മിലുള്ള യുദ്ധമല്ല കോർട്ടിൽ നടക്കുന്നത്, ന്യായവും അന്യായവും തമ്മിലുള്ള യുദ്ധമാണ് കോർട്ടിൽ നടക്കുന്നത്. അത് അങ്ങനെ തിരിച്ചറിയും. ജാലിയൻ വാലാബാഗിന് വേണ്ടിയിട്ട് പുള്ളി സംസാരിക്കുകയും അത് കൂടാതെ പുള്ളി ഒരു റെവല്യൂഷണറി കൈൻഡ് ഓഫ് തിങ് ആയിട്ട് മാറുന്നതാണ് പടം. ഇതിനകത്ത് മാധവൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. മാധവന്റെ ക്യാരക്ടർ ഗംഭീരമാണ്, അടിപൊളിയായിട്ട് മാധവൻ അതിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ട് അക്ഷയ് കുമാറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മാധവൻ വരുന്നത്. സോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോർട്ട് റൂം ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അതിനകത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇത് സത്യമാണോ അല്ലോ എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്യാൻ പോയില്ല, ബട്ട് ഇറ്റ്സ് റിയലി കൺവിൻസിങ് ആണ് പടം. നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും. ഞാൻ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് ഹിന്ദി പടം തിയേറ്ററിൽ പോയിട്ട് കാണാനൊന്നും പറയുന്നില്ല. തിയേറ്ററിൽ കാണാൻ അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം, വേറെ രീതിയാണ്. നമ്മുടെ പടത്തിന്റെ ആദ്യം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പടത്തിലേക്ക് ഇന്നാവും. ആ ജാലിയൻ വാലാബാഗ് ഇഷ്യൂവും അതൊക്കെ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെ ഇമോഷണലി നമ്മളെ ഡ്രാഗ് ചെയ്യും ആ സാധനം. അപ്പോൾ സാഹചര്യം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ കഥയുടെ ഒരു കിടപ്പ് ഇങ്ങനെ പോകുന്നത്. അക്ഷയ് കുമാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അക്ഷയ് കുമാർ ഓക്കെ ഫൈനാണ്, പക്ഷെ ഈ പടം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. കാണാൻ സാഹചര്യമുള്ളവർ പോയി കാണുക, അല്ലാത്തവർ OTT വരുമ്പോൾ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സി യു.